കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ താരനിബിഡമായ ഒരു ചടങ്ങായിരുന്നു ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തുള്ള അതികായന്മാർ, നിരവധി ആളുകൾ അണിനിരന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളൊക്കെ മാറ്റിവെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി ഗുരുവായൂരിൽ എത്തിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് കാണുമ്പോൾ നമുക്ക് വളരെയേറെ ബഹുമാനം തോന്നും സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തോട്. കാരണം സിനിമാ രംഗത്താണെങ്കിൽ പോലും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ ജയറാം, അങ്ങനെ വലിയൊരു താര നിര തന്നെ മലയാള സിനിമയിലെ എല്ലാവരും തന്നെ പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. ശരിക്കും ഒരു താരവിവാഹം ഇപ്പോൾ മലയാളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു താരത്തിൻ്റെ വിവാഹമൊക്കെ നടക്കുന്ന ഘട്ടങ്ങളിൽ മിക്ക താരങ്ങളും തന്നെ മലയാളത്തിൽ നിന്നും അതുപോലെ ഏത് ഭാഷകളിൽ നിന്നാണെങ്കിലും അവർ പങ്കെടുക്കുന്ന ഒരു പൊതുവായ കാര്യമാണ്. എന്നാലും ഈ മക്കളുടെ വിവാഹ ചടങ്ങുകൾ നടക്കുന്ന സമയങ്ങളിൽ ഏത് താരങ്ങളുടെ ആണെങ്കിലും അത്ര വലിയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ അത്ര സിനിമയിൽ അത്ര പ്രാധാന്യമുള്ളവരുടെ മക്കളുടെ കല്യാണങ്ങൾക്കൊക്കെ അങ്ങനെ എല്ലാവരും പങ്കെടുക്കാറുള്ളൂ. എന്നാലും ഇത്ര വലിയൊരു താരനിര പങ്കെടുക്കുന്ന ചടങ്ങുകളൊക്കെ വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് ഈ ഒരു ചടങ്ങിലെ ഇവരുടെയൊക്കെ സാന്നിധ്യം കാണുമ്പോൾ മനസ്സിലാകുന്നു സുരേഷ് ഗോപി എന്ന ആളുടെ വ്യക്തിപ്രഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആളുകളോട് എങ്ങനെയാണ് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വമായിരിക്കണമെന്ന് സുരേഷ് ഗോപി ഈ ഒരു ചടങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്രയും അധികം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിനായി ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം ആ സിനിമാ ജീവിതത്തിനൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലി, അദ്ദേഹത്തിൻ്റെ ഒരു ആളുകളോട് ഇടപഴകുന്ന ഒരു ശൈലി, അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഇന്ന് ഈ ചടങ്ങിലെത്തിയതും ഈ വിവാഹത്തിൽ ഈ വധൂവരന്മാർക്ക് ആശംസകൾ നടന്നും അവരെ അനുഗ്രഹിച്ചതുമൊക്കെ അതൊരു വലിയ ഭാഗ്യമായിട്ടൊക്കെ വേണമെങ്കിൽ സുരേഷ് ഗോപിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും എഴുതിയിടാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഒരു നല്ല ഒരു വ്യക്തിത്വം നമുക്ക് കെട്ടിപ്പടുക്കാനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് ഈ ഒരു ചടങ്ങുകൾ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തിലുള്ളവരും എതിർ ചിന്താഗതികളുമുള്ളവരുമൊക്കെ ഇതിനെ ഒരു രാഷ്ട്രീയമായി ചിത്രീകരിക്കുമ്പോഴും ഇലക്ഷൻ അടുത്ത് വരുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് മോദി ഈ കേരളത്തിലേക്ക് എത്തിയതെന്നും ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ BJP-യിൽ തന്നെ പല നേതാക്കളുടെയും മക്കളുടെയും വിവാഹവും അങ്ങനെ പല ചടങ്ങുകളും നടക്കുന്ന സാഹചര്യങ്ങളിലൊന്നും ഈ പ്രധാനമന്ത്രി അങ്ങനെ വലിയ സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യങ്ങളൊന്നും നമ്മളങ്ങനെ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിപരമായ ബന്ധം, അല്ലെങ്കിൽ അടുപ്പം കാത്തു സൂക്ഷിക്കാനുള്ള സുരേഷ് ഗോപിയുടെ കഴിവ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും ഏതിലാണെങ്കിൽ തൻ്റെതായ കുറേ എത്തിക്സുകൾ അതിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം, അതൊക്കെ കൊണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മക്കളുടെ ഇതുപോലുള്ള ചടങ്ങുകളിലൊക്കെ ഈ പ്രധാനമന്ത്രിയും അടക്കം, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ പ്രമുഖർക്കൊക്കെ പങ്കെടുക്കാൻ തോന്നുന്നു. അവർക്കൊക്കെ ആ ബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നു. എന്തായാലും അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ മികച്ച ഒരു കാൻഡിഡേറ്റ് എന്ന് നമുക്ക് സുരേഷ് ഗോപി നിസ്സംശയം ഈ ഘട്ടങ്ങളിൽ പറയുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തീർച്ചയായും ഈ ജനങ്ങളുടെ ഇപ്പം കൂടെയുള്ളവരോട്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോട് ഇത്രയധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും വരും കാലങ്ങളിൽ ജനങ്ങളുടെ, അല്ലെങ്കിൽ തൻ്റെ ഈ മണ്ഡലത്തിലുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ തൻ്റെ നാട്ടിലുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ തീർച്ചയായും കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയായിരിക്കും സുരേഷ് ഗോപി. ഒരു പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയ്ക്കുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടി തന്നെയാവാം ഈ വിവാഹവും ഇതിനൊപ്പം നടന്ന ഈ ചടങ്ങുകളുമൊക്കെ എന്ന് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം.